വാർത്തകൾ വിശദമായി. തൃശൂർ ഫ്ളാറ്റ് കൊലപാതകത്തിൽ ഒളിവിലായിരുന്ന പ്രതി പാലക്കാട് പോലീസിൽ കീഴടങ്ങി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റഷീദാണ് കീഴടങ്ങിയത്. ഈ മാസം 3-നാണ് ഷൊർണൂർ സ്വദേശി സതീശിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയ്യന്തോളിലെ ഫ്ളാറ്റിൽ ഷൊർണൂർ സ്വദേശി സതീശിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് മുഖ്യപ്രതി VA റഷീദ് കോടതിയിൽ കീഴടങ്ങിയത്. കൊല നടന്ന് 3 ആഴ്ചയാകുമ്പോഴാണ് ഒളിവിലായിരുന്ന കൊലയുടെ സൂത്രധാരന്റെ കീഴടങ്ങൽ. ഇക്കഴിഞ്ഞ 3-നാണ് റഷീദിന്റെ ഫ്ളാറ്റിൽ സതീശൻ മർദ്ദനമേറ്റ് മരിച്ചത്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദുമായി അടുപ്പമുണ്ടായിരുന്ന ഗുരുവായൂർ സ്വദേശിനി ശാശ്വതിയെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് സതീശൻ കൊല്ലപ്പെട്ടത്. മർദ്ദനത്തിൽ പങ്കാളിയായ ശാശ്വതി, കൃഷ്ണപ്രസാദ് എന്നിവരുൾപ്പെടെ 5 പേർ മുമ്പ് പിടിയിലായിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും KPCC മുൻ സെക്രട്ടറി MR രാംദാസിനെ ഇന്നലെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതായി രാംദാസ് കുറ്റസമ്മതം നടത്തി. രാംദാസാണ് കൊലയുടെ സൂത്രധാരനായ റഷീദിന് കേരളത്തിന് പുറത്ത് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയത്. റഷീദും MR രാംദാസും തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് MLAയും കച്ചവട പങ്കാളികളാണ്. ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചതിനാണ് സതീശനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് എന്നും സൂചനയുണ്ട്. രാംദാസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റഷീദിന്റെ ഒളിത്താവളം കണ്ടെത്താനുള്ള പോലീസ് ശ്രമത്തിനിടെയാണ് ഇയാൾ കീഴടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ സ്ഫോടനം. ബ്രസൽസ് വിമാനത്താവളത്തിലും മോൾബ്ലിക് മെട്രോ സ്റ്റേഷനിലുമാണ് സ്ഫോടനമുണ്ടായത്. വിമാനത്താവളത്തിലെ ആക്രമണത്തിൽ 17 പേർ മരിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിമാനത്താവളത്തിലെ അമേരിക്കൻ എയർലൈൻസ് ചെക്ക് ഇൻ ഡെസ്കിന് സമീപമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് വിമാനത്താവളം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ്. ആക്രമണത്തിന് തൊട്ടുമുൻപായി വിമാനത്താവളത്തിൽ അറബിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതായി കേട്ടെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവാദസ്വാമി സന്തോഷ് മാധവന് ഭൂമി നൽകാൻ സർക്കാർ ഉത്തരവ്. എറണാകുളം വടക്കൻ പറവൂരിലും തൃശൂർ മാളയിലുമാണ് 118 ഏക്കർ ഭൂമിയാണ് സന്തോഷ് മാധവന് നൽകുന്നത്. IT വ്യവസായത്തിന്റെ മറവിലാണ് ഭൂമിദാനം. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. 2009 ജനുവരിയിലാണ് സന്തോഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള MR ഇസന്റ് ഇക്കോ വേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയിൽ നിന്ന് മിച്ചഭൂമി ഏറ്റെടുത്തത്. പുത്തൻവേലിക്കര, വടക്കൻ പറവൂർ, മാള എന്നിവിടങ്ങളിലായി 118 ഏക്കർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത്. നിയമമനുസരിച്ച് ഭൂമി വിട്ടു നൽകാൻ നിർബന്ധിതരായ കമ്പനി തന്നെ പേര് മാറ്റി ഭൂമി തിരികെ പിടിക്കാൻ ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഇക്കോ ഫുഡ് പാർക്ക് ആരംഭിക്കുന്നതിനായി ഭൂപരിധി ഒഴിവിനായി സർക്കാരിനെ സമീപിച്ചു. കമ്പനിയുടേത് പൊതുതാൽപര്യമല്ലെന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ലക്ഷ്യമെന്നും ജില്ലാ സമിതികൾ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് IT വ്യവസായത്തിനെന്ന വ്യാജേന കമ്പനി വീണ്ടും സർക്കാരിനെ സമീപിച്ചു. മിച്ചഭൂമിയായി വിട്ടുകൊടുത്ത ഭൂമി ഏതുവിധേനയും തിരികെ പിടിക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. 1600 കോടിയുടെ വ്യവസായം നെൽവയലുകൾക്ക് മുകളിൽ വരുമെന്നും 30,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഇത് അംഗീകരിച്ചാണ് സർക്കാർ മിച്ചഭൂമി വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. കൃഷിക്കല്ലാതെ മറ്റൊരാവശ്യത്തിനും തണ്ണീർത്തട ഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന വ്യവസ്ഥ നിലനിൽക്കെയാണ് കമ്പനിക്കായി റവന്യൂ വകുപ്പ് നിയമം മറികടന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. UDF-ലെ സീറ്റ് വിഭജന ചർച്ചയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് മുസ്ലിം ലീഗും രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന പുതിയ ആവശ്യവുമായാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ അധിക സീറ്റ് വേണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് വ്യക്തമാക്കി. UDF-ൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്ന കാഴ്ചയാണ് ഉഭയകക്ഷി ചർച്ചയിൽ വീണ്ടും കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് വേണമെന്ന അവകാശവാദവുമായി മുസ്ലിം ലീഗും ഇന്ന് രംഗത്തെത്തി. UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് ലീഗ് നേതാക്കൾ ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. 24 സീറ്റുകളിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മത്സരിച്ചത്. മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് അധിക സീറ്റ് നൽകിയാൽ തങ്ങൾക്കും അധിക സീറ്റ് തന്നേ മതിയാകൂ എന്നും ലീഗ് ഭാരവാഹികൾ ചർച്ചയിൽ ശാഠ്യം പിടിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 15 സീറ്റ് എന്നത് 18 വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യം പല ഉഭയകക്ഷി ചർച്ചകളിലും മാണി ഉന്നയിച്ചുവെങ്കിലും അതിനോട് കോൺഗ്രസ് യോജിച്ചിട്ടില്ല. ഒരു ഘടകകക്ഷിക്കും ഇനി കൂടുതൽ സീറ്റ് നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. അതേസമയം ചർച്ചയിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന വാർത്ത ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി നിഷേധിച്ചു. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉടൻ തീരുമാനം അറിയിക്കുമെന്ന് ഉറപ്പു നൽകിയതായും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മറ്റു പാർട്ടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടി അതിലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫൈനാലിറ്റി വരൽ എല്ലാവരുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാകുന്ന മുറക്കാണ്. അത് നാളെ കൊണ്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലീഗിന്റെ മറ്റ് ബാക്കിയുള്ള 4 സീറ്റിന്റെ ചർച്ചയാണോ ഇന്ന് നടക്കുന്നത്? ഞങ്ങളിപ്പോൾ ആ ചർച്ച മാത്രമേ ഉള്ളൂ, വേറെ ചർച്ച അങ്ങനൊന്നും വന്നിട്ടില്ല. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ 4 സീറ്റ് എന്ന ആവശ്യവും JDUവിന്റെ നേമം സീറ്റിന് പകരം കോവളം സീറ്റ് എന്ന ആവശ്യവും
കോൺഗ്രസ് മുഖവിലക്കെടുത്തിട്ടില്ല. എന്നാൽ മറ്റു ഘടകകക്ഷികളുടെ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തെ മുസ്ലിം ലീഗിനെ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കി അവഗണിക്കാനുള്ള കോൺഗ്രസിന്റെ പുതിയ തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഘടകകക്ഷികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാനുള്ള സുധീരന്റെ നീക്കത്തെ പ്രതിരോധിക്കാൻ AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നു. TN പ്രതാപനെ മുൻനിർത്തിയുള്ള സുധീരന്റെ തന്ത്രം മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ചാണെന്നാണ് ഗ്രൂപ്പുകളുടെ വിലയിരുത്തൽ. അതേസമയം പ്രതാപന്റെ കത്തിനെ പിന്തുണച്ച് സുധീരൻ അനുകൂലികൾ രംഗത്തെത്തി. ഇത്തവണ മത്സരിക്കാനില്ലെന്ന TN പ്രതാപന്റെ തീരുമാനത്തെ പിന്തുണച്ച് KPCC അധ്യക്ഷൻ VM സുധീരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. സഖാവ് VS അച്യുതാനന്ദനെ പോലെ ദീർഘകാലം പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ നേതാക്കന്മാർ ഇനിയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നതിന് വ്യഗ്രത കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേവലം 3 ടേം മാത്രം പൂർത്തിയായിട്ടുള്ള ശ്രീ പ്രതാപൻ പുതുമുഖങ്ങൾക്ക് വേണ്ടി ഒഴിയാൻ തയ്യാറാകുന്നത് വളരെ ധീരമായ ഒരു നടപടിയായിട്ടാണ് കാണാൻ സാധിക്കുക. ഈ വാക്കുകൾ ഉന്നം വെക്കുന്നത് ഉമ്മൻചാണ്ടിയും KC ജോസഫും അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയാണെന്ന് AI ഗ്രൂപ്പ് നേതാക്കൾക്കു തന്നെ അറിയാം. TN പ്രതാപനെ മുൻനിർത്തി കൂടുതൽ തവണ മത്സരിച്ചവരെ മാറ്റാനുള്ള സുധീരന്റെ നീക്കത്തെ ഒരുമിച്ച് പ്രതിരോധിക്കാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഇരു ഗ്രൂപ്പ് നേതാക്കളും സംയുക്തമായി തിരുവനന്തപുരത്ത് രഹസ്യയോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിരുന്നു. ഇനി സുധീരനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. ജനസമ്മതിയുള്ള നേതാക്കൾ വീണ്ടും മത്സരിക്കട്ടെ എന്ന വാദവുമായാണ് ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിനെ കാണുക. സുധീരൻ സ്വന്തം ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥി പട്ടികയിൽ തിരികെ കയറ്റുന്നുവെന്ന പരാതിയും ഗ്രൂപ്പ് നേതാക്കൾ ഉന്നയിക്കും. അതേസമയം TN പ്രതാപന്റെ കത്തിനെ സ്വാഗതം ചെയ്ത് സുധീരൻ അനുകൂലികളായ നേതാക്കൾ രംഗത്തെത്തി. 3 തവണ മത്സരിച്ചവർ മാറി നിന്ന് പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ളവർ പരസ്യമായി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖത്തു നോക്കി പറയാൻ VM സുധീരന് ചങ്കുറപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് TN പ്രതാപനെ ചാരി ഇതിലേക്ക് തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതെന്ന് VS പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പാർട്ടി തീരുമാനമനുസരിച്ചാണ്. അതിൽ സുധീരനും കൂട്ടരും വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ലെന്നും VS മറുപടി നൽകി. ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ നിലവിളിച്ച് സായുജ്യമടയാൻ മാത്രമേ സുധീരന് കഴിയൂവെന്നും VS പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. വയനാട്ടിൽ മന്ത്രി PK ജയലക്ഷ്മിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ. ജയലക്ഷ്മിക്ക് RSS ബന്ധമുണ്ടെന്നാണ് പോസ്റ്ററുകളിലെ ആരോപണം. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്നും പോസ്റ്ററിൽ പരാമർശം. ജയിച്ചു വന്നാൽ RSSനു വേണ്ടിയായിരിക്കും ജയലക്ഷ്മി പ്രവർത്തിക്കുകയെന്നും ഇതിന് അനുവദിക്കുകയില്ലെന്നുമാണ് പോസ്റ്ററുകളിലുള്ളത്. യൂത്ത് കോൺഗ്രസ് മാനന്തവാടി എന്ന പേരിലാണ് പോസ്റ്ററുകൾ. മുന്നണിയിൽ അകത്തുള്ളവരെ പരിഗണിച്ചു മാത്രമേ മുന്നണിക്ക് പുറത്തുള്ളവരെ സീറ്റിന് പരിഗണിക്കാനാവൂ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. PC ജോർജിന്റെ കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. KPS ലളിത ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം ലളിതയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി പട്ടികയാണ്, സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ അടിസ്ഥാനമാക്കി ഓരോ സ്ഥലത്തുള്ള പ്രതികരണങ്ങളാണ്. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പത്രങ്ങളിൽ കാണുമ്പോൾ ആളുകൾക്ക് ചില പ്രതികരണങ്ങളുണ്ടാവും. അത് കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ നടത്തുന്ന പ്രതികരണങ്ങളാണ്. പാർട്ടി തലത്തിലുള്ളവരല്ല ആ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്ത ചിലരാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് പോലെയല്ല CPM. എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കുക. BJPയും കോൺഗ്രസിൻ്റെ സമീപനമല്ല ഞങ്ങൾക്കുള്ളത്. നേതൃതലത്തിലുള്ള കുറച്ച് സഖാക്കൾ മാത്രമേ മത്സരിക്കുള്ളൂ. ഭൂരിപക്ഷ സഖാക്കൾ മത്സരിക്കില്ല. PC ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയല്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജന ചർച്ച തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്ന 11 കക്ഷികളുണ്ട്. ആ 11 കക്ഷികളിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും മുന്നണിയുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം ഇടതുപക്ഷ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. മുന്നണി തീരുമാനിക്കണം. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഓരോ കക്ഷികൾക്കും എത്രയാണ് സീറ്റ്, മുന്നണിയെ പിന്തുണക്കുന്നവർക്ക് ആർക്കൊക്കെയാണ് സീറ്റ് എന്നുള്ളതൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഇപ്പം അത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSകാർ കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി RSSുമായി അവിശുദ്ധ ബന്ധമുണ്ടാക്കുകയാണെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ AKG അനുസ്മരണത്തിൽ പറഞ്ഞു. ഇവിടെ RSSന് അവകാശപ്പെടാൻ കഴിയുന്ന ചരിത്രം അവരിപ്പോൾ മറച്ചു വെക്കാൻ നോക്കുകയാണ്.
ആ ചരിത്രം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത ചരിത്രമാണ്. സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ ചരിത്രമാണ്. ആ RSSൽ നിന്ന് രാജ്യസ്നേഹവും ദേശാഭിമാനവും പഠിക്കേണ്ട ഗതികേട് കമ്മ്യൂണിസ്റ്റുകാർക്കില്ല എന്ന് മാത്രമേ അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. എറണാകുളം എളമക്കരയിൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി മരിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ബന്ധുക്കളും എളമക്കര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പെറ്റി കേസിൽ അറസ്റ്റിലായ എളമക്കര സ്വദേശി വിനേഷാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി സൂചിപ്പിച്ചതുപോലെ തന്നെ റിമാൻഡിലിരിക്കെ യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് യുവാവിന്റെ, അതായത് വിനീഷിന്റെ ബന്ധുക്കളും നാട്ടുകാരും എളമക്കരയിലെ റോഡ് ഉപരോധിച്ചത്. ഒരു തിരുത്തുള്ളത്, പോലീസ് സ്റ്റേഷനിലെ ഇവർ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുമെന്നാണ് ഇവർ അറിയിച്ചിരുന്നത്. ഇവർ പ്രധാനപ്പെട്ട റോഡാണ് ഉപരോധിച്ചത്. 3 മണിക്കൂർ നേരം മൃതദേഹവുമായി ഇവർ റോഡ് ഉപരോധിച്ചു. 3 മണിക്കൂറിന് ശേഷമാണ് എറണാകുളം ADM, അതായത് ജില്ലാ കളക്ടർ എത്തേണ്ട സ്ഥാനത്ത് ജില്ലാ കളക്ടറിന്റെ അഭാവത്തിൽ എറണാകുളം ADM ലതിക എത്തി ഇവരുമായി പലതവണ ചർച്ച നടത്തിയതിനു ശേഷം ഇവരുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. അത് പൂർണ്ണമായി അംഗീകരിച്ചെന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഫോർട്ട് കൊച്ചി സബ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ റിമാൻഡിലിരിക്കെ യുവാവ് മരിച്ച സംഭവം അന്വേഷിക്കും. കൂടാതെ 25,000 രൂപ ഇവർക്ക് അടിയന്തര സഹായമായി ഏറ്റവും പെട്ടെന്ന് നൽകാനും ADM തീരുമാനിച്ചു. ഇതുവരെ അറിയിച്ചതിന് ശേഷം ഇവർ മൃതദേഹവുമായി യുവാവിന്റെ വീട്ടിലേക്കും തുടർന്ന് സംസ്കാര ചടങ്ങിലേക്കും നീങ്ങുകയായിരുന്നു. നേരത്തെ സോമി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 11-ാം തീയതിയാണ് വിനീഷിനെ പെറ്റി കേസിൽ പിഴയൊടുക്കാത്തതിനെ തുടർന്ന് എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. ആലുവ സബ് ജയിലിൽ വെച്ച് യുവാവ് ആദ്യം പോലീസ് ഇവർക്ക് നൽകിയ വിശദീകരണത്തിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതായത് ആലുവ സബ് ജയിലിൽ വെച്ച് യുവാവ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് ഇവർ ആദ്യം വീട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് അറിയിച്ചത് യുവാവിന് ഫിക്സ് ഉണ്ടായി, അതിനെ തുടർന്നുള്ള ദേഹാസ്വാസ്ഥ്യം, നെഞ്ചുവേദനയുണ്ട്, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക്, നാട്ടുകാർക്കും വീട്ടുകാർക്കും യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. മാത്രമല്ല ഇൻക്വസ്റ്റിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് യുവാവിന്റെ മൃതദേഹം കൊണ്ടുപോയപ്പോൾ ഇൻക്വസ്റ്റിനായി എത്തിച്ചേർന്ന യുവാവിന്റെ കൂട്ടുകാരടക്കം പറയുന്നത് വിനീഷിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു, അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു, നെഞ്ചിലും മുതുകിലും 2 കൈയിലും നീര് വന്ന നിലയിലായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അത് പോലീസ് മർദ്ദനമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു അന്വേഷണം ആരോപിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയാണ് 32 വയസ്സുകാരനെ വിനീഷ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിന് ഏതാണ്ട് ഒരു തീരുമാനമായി. വരും ദിവസങ്ങൾ തുടർ ചർച്ചയ്ക്ക് ശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് ജില്ലാ കളക്ടറിന്റെ അഭാവത്തിൽ ADM ലതിക ഇപ്പോൾ അവരെ അറിയിച്ചത്. അലക്സ്, കൊച്ചിയിൽ നിന്ന്. കലാഭവൻ മണി വാറ്റുചാരായം കഴിച്ചിട്ടില്ലെന്ന് പോലീസ്. വലിയ അളവിൽ മണി ബിയർ കഴിക്കാറുണ്ടായിരുന്നെന്നും പോലീസ്. തുടർ പരിശോധനയ്ക്ക് മണിയുടെ ആന്തരികാവയവങ്ങൾ ഹൈദരാബാദിലെ ലാബിലേക്ക് മാറ്റും. കലാഭവൻ മണിയുടെ ശരീരത്തിലെത്തിയ കീടനാശിനിയുടെ അളവറിയാനാണ് ആന്തരിക അവയവങ്ങളും രക്തവും ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത്. മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ ശേഖരിച്ച രക്തവും മൂത്രവും ഇതോടൊപ്പം പരിശോധിക്കും. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കീടനാശിനിയുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യം മാത്രമാണ് കണ്ടെത്താനായത്. മരണകാരണം സ്ഥിരീകരിക്കാൻ ഇവയുടെ തോതുകൂടി അറിയണമെന്നതിനാലാണ് വിദഗ്ധ പരിശോധന. കലാഭവൻ മണി വാറ്റുചാരായം ഉപയോഗിച്ചിരുന്നില്ലെന്നും ബിയർ മാത്രമാണ് കഴിക്കാറുള്ളതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. വലിയ അളവിൽ ബിയർ ഉപയോഗിച്ചിരുന്നതായി മൊഴിയുണ്ട്. കൊലപാതകം എന്ന സംശയത്തെ സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ പോലീസിന് കണ്ടെത്താനായില്ല. കസ്റ്റഡിയിലുള്ള അരുൺ, വിപിൻ, മുരുകൻ എന്നിവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. മണിയുടെ ഭാര്യാപിതാവിനെ 4 തവണ ചോദ്യം ചെയ്തെങ്കിലും അസ്വാഭാവികതകൾ കണ്ടെത്താനായില്ല. മണിയെ ആശുപത്രിയിലാക്കിയ ശേഷം പാടിയിൽ നിന്ന് സഹായികൾ ചാക്കിൽ കൊണ്ടുപോയത് പച്ചക്കറികളാണെന്ന പോലീസിന് സൂചന ലഭിച്ചു. കലാഭവൻ മണിയുടെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണത്തിലെത്താൻ ആയില്ല. സ്വാഭാവിക മരണം എന്ന സാധ്യതയിൽ ഊന്നിയുള്ള അന്വേഷണവും നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രോഹിത് വെമുലയുടെ ആത്മഹത്യ നടന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി സംഘർഷം. ആത്മഹത്യയ്ക്ക് കാരണക്കാരനാണെന്ന് ആരോപിക്കപ്പെടുന്ന വൈസ് ചാൻസലർ അപ്പാറാവു അവധിക്ക് ശേഷം തിരികെ ജോലിയിൽ പ്രവേശിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. വിസിയുടെ ഔദ്യോഗിക വസതി വിദ്യാർത്ഥികൾ അടിച്ചു തകർത്തു. വിസി അപ്പാറാവുവിനെ പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യം നേരത്തെ കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു. കനയ്യകുമാർ നാളെ ക്യാമ്പസിലെത്തും.
പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ 39ാം ചരമവാർഷികമായ ഇന്ന് സംസ്ഥാനമൊട്ടാകെ വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കണ്ണൂർ AKG സ്ക്വയറിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ വൈകിട്ട് വൻ ബഹുജന പ്രകടനവും പൊതുയോഗവും നടക്കും. ജീവിതം പോരാട്ട ഭൂമികയാക്കിയ AKG എന്ന വിപ്ലവകാരി ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 39 വർഷം. നവോത്ഥാന മുന്നേറ്റങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പാവങ്ങളുടെ പടത്തലവനായി മാറിയ AKG ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സമരം, ഹരിജനങ്ങൾക്ക് വഴിനടക്കാനായി കണ്ണൂരിലെ കണ്ടോത്ത് സംഘടിപ്പിച്ച സമരം എന്നിവയിലെല്ലാം നേതൃപരമായ പങ്ക് വഹിച്ച് മലയാളം മണ്ണിൽ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റായി മാറി. അതിവിദൂരമല്ലാത്ത ഭൂതകാലത്തിൽ കേരളത്തിൽ നിലനിന്ന സാമൂഹ്യ അനീതിക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഉയർന്ന ത്യാഗപൂർണമായ പോരാട്ടത്തിന്റെ നേർചിത്രമായിരുന്നു AKG എന്ന AK ഗോപാലൻ. ജയിലുകളിലും കോടതികളിൽ പോലും വേട്ടയാടപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ശബ്ദമുയർത്താൻ AKGക്ക് കഴിഞ്ഞു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും AKG ജയിലഴിക്കകത്തായിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് ഒക്ടോബർ 24 മോചിതനായി. കേരളത്തിലൊതുങ്ങാത്ത AKGയുടെ പ്രവർത്തനം 1951 കൊൽക്കത്തയിൽ ചേർന്ന കിസാൻ സമ്മേളനത്തിൽ അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കി മാറ്റി. ഇന്ത്യയിൽ നടന്ന എല്ലാ കർഷക പോരാട്ടങ്ങളിലും AKGയുടെ സജീവ സാന്നിധ്യം സമൂഹം തിരിച്ചറിഞ്ഞു. 1952 മുതൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രവർത്തനങ്ങളിലും സജീവമായി. അടിയന്തരാവസ്ഥ നടപ്പാക്കിയ സർക്കാർ കടപുഴകി വീണ ഘട്ടത്തിലായിരുന്നു AKG എന്ന പാവങ്ങളുടെ പടത്തലവൻ ലോകത്തോട് വിട പറഞ്ഞത്. വിപുലമായ അനുസ്മരണ പരിപാടികളുമായാണ് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ ജന്മനാടിന്നും ഓർക്കുന്നത്. മാർച്ച് 1 ആരംഭിച്ച അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് സമാപനമാകും. രാവിലെ കണ്ണൂർ AKG സ്ക്വയറിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. സഖാവ് AKG നമ്മുടെ നാട്ടിൽ ബഹുജന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന നാമം പൊതുവിൽ ജനങ്ങളാകെ ഉയർത്തുന്ന നിലയുണ്ടായി. സർക്കാർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നടപടികൾ പലതും ഉയർന്നു വരുമ്പോഴും AKGയെക്കുറിച്ച് ഓർക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. വൈകുന്നേരം AKGയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ നടക്കുന്ന വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും ആയിരങ്ങൾ പങ്കെടുക്കും. വൈകുന്നേരം 5 മണിക്ക് പെരളശ്ശേരിയിൽ നടക്കുന്ന EMS AKG അനുസ്മരണ റാലി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. AKG ചരമദിനം തിരുവനന്തപുരത്തും വിപുലമായി ആചരിച്ചു. പൊട്ടക്കുഴി AKG പാർക്കിൽ നടന്ന ദിനാചരണത്തിൽ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പുഷ്പാർച്ചന നടത്തി. V ശിവൻകുട്ടി MLA, TN സീമ, M വിജയകുമാർ, പിരപ്പൻകോട് മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ കോഫി ഹൌസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ്, വീൽചെയർ വിതരണം, അന്നദാനം, കിടക്ക വിതരണം എന്നിവയും നടന്നു. ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന പരിപാടി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AKGയും കോഫിയും എന്ന കവിതാ പ്രകാശനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതുചരിത്രമെഴുതി അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയും കൂടിക്കാഴ്ച നടത്തി. വ്യാപാര സാമ്പത്തിക വിഷയങ്ങളാണ് ഇരുവരും പ്രധാനമായും ചർച്ച ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. ചരിത്രം തിരുത്തിക്കുറിച്ച സന്ദർശനത്തിന് ആവേശകരമായ വരവേൽപ്പാണ് ക്യൂബ നൽകിയത്. ഹവാനയിലെ ജോസ് മാർട്ടി വിമാനത്താവളത്തിൽ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ബരാക് ഒബാമയെ ക്യൂബ സ്വീകരിച്ചത്. സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ലോകം കാത്തിരുന്ന കൂടിക്കാഴ്ച. വിപ്ലവത്തിന്റെ കനലുകളുറങ്ങുന്ന മണ്ണിൽ 88 വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റും ക്യൂബൻ ഭരണാധികാരിയും ഒരുമിച്ച് ചർച്ചകൾ നടത്തി. പ്രധാനമായും മേഖലയിലെ വ്യാപാര സാമ്പത്തിക വിഷയങ്ങളാണ് ഒബാമയും റൗൾ കാസ്ട്രോയും ചർച്ച ചെയ്തത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു. ക്യൂബയിൽ മാറ്റത്തിന്റെ കാലമാണെന്ന് പറഞ്ഞാണ് ഒബാമ സംസാരിച്ചു തുടങ്ങിയത്. ആ മാറ്റത്തെ റൗൾ കാസ്ട്രോ അംഗീകരിക്കുന്നതായും ഒബാമ പറഞ്ഞുവച്ചു. ഉറച്ച നിലപാടുകളുടെ മുട്ടുമടക്കാത്ത ശബ്ദമാണ് റൗൾ കാസ്ട്രോയുടെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ടത്. ക്യൂബയിൽ രാഷ്ട്രീയ തടവുകാരില്ല എന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ തടവുകാരുടെ ലിസ്റ്റ് ഹാജരാക്കിയാൽ ഇന്ന് രാത്രി തന്നെ മോചിപ്പിക്കാമെന്ന ഉറച്ച മറുപടിയാണ് റൗൾ നൽകിയത്. ക്യൂബയിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന അമേരിക്കയുടെ സ്ഥിരം വാദത്തെയും റൗൾ ഖണ്ഡിച്ചു. ക്യൂബ മനുഷ്യാവകാശങ്ങൾക്ക് വില കൊടുക്കുന്ന രാജ്യമാണെന്നായിരുന്നു മറുപടി. ഗ്വാണ്ടനാമോ ബേ എന്ന തടവറ പരാമർശിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത് അമേരിക്ക തന്നെയാണെന്ന് റൗൾ പറയാതെ പറഞ്ഞുവച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യാപാരികളുമായുള്ള ചർച്ചാവേദിയിലും ഒബാമയും റൗൾ കാസ്ട്രോയും പങ്കെടുത്തു. ഇന്റർനാഷണൽ ഡെസ്ക്.